നമസ്കാരം. ഞാൻ ഡയറക്ടർ ആന്റണി സോണി. ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമയായ പ്രിയൻ ഓട്ടത്തിലാണെന്ന സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. സൈറാബാനു കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് എടുത്തു എൻ്റെ രണ്ടാമത്തെ സിനിമയിലേക്ക് വരാൻ. അപ്പോൾ അത് പക്ഷേ ഇതിനു മുൻപ് ഇത്ര ഗ്യാപ്പ് വരുന്നതിൻ്റെ കാരണം വേറൊരു സിനിമ ചെയ്യാനായിരുന്നു ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ തിരക്കഥയൊക്കെ എഴുതിയൊരു 1.5 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ സിനിമ അങ്ങനെ നമുക്ക് തന്നെ ഇത് വർക്കാവുന്നില്ല എന്നൊരു തോന്നലിൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അടുത്തൊരു സിനിമയെക്കുറിച്ചിട്ട് ആലോചിച്ചു, പുതിയൊരു കഥ. അങ്ങനെ ആ കഥയുടെ പുറകെ ഇരുന്ന് പിന്നെ നമ്മൾ ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടൊരു സിനിമയായിരുന്നു നമ്മൾ ചെയ്യാനിരുന്നത്. അപ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് കോളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അത് എഴുതിയത് അഹമ്മദ് കബീറും ലിബിൻ വർഗീസ് എന്ന് പറഞ്ഞ 2 പേരാണ്. ജൂണിൻ്റെ ഡയറക്ടറും റൈറ്ററും ഒക്കെ ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ കാസ്റ്റിംഗ് കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് കോവിഡ് വന്ന ആദ്യത്തെ ലോക്ക്ഡൗൺ അനൗൺസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരെയും പോലെ കോവിഡിൻ്റെ സമയത്ത് വീണ്ടും ലോക്ക്ഡൗണിലൊന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ റൈറ്റേഴ്സ് ആയിട്ടുള്ള അഭയകുമാർ, അനിൽ കുര്യൻ, ഈ 2 പേർ എന്നെ വിളിക്കുന്നത്. അപ്പം അവർ ഷറഫിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷറഫിന് ഇഷ്ടപ്പെട്ടു. അപ്പം ഷറഫ് ഇഷ്ടപ്പെട്ടത് പ്രമാണിച്ച് അവരുടെ ഒരു സുഹൃത്ത് വഴി കുറച്ച് പൈസ ഒരു അഡ്വാൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും ലെവൽ വരെ ആ സിനിമയുടെ ഒരു പ്രോഗ്രസ് എത്തി. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അടുത്തേക്ക് ഇവർ വരുന്നത്. അപ്പോൾ ഈ കഥ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ആയിട്ട് അവർ വന്ന് ഒന്നും കൂടെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ നമ്മൾ സെറ്റാക്കും. പക്ഷേ ഷറഫിൻ്റെ ഡേറ്റ് ഉണ്ട്, ഷറഫിനും ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ ഉള്ളൊരു ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നു. അപ്പോൾ അങ്ങനെ ശരി, നമുക്കെന്നാൽ ഇരിക്കാം, കാരണം ആ സമയത്ത് വേറെ പ്രൊജക്റ്റുകളൊന്നും ആയിട്ടുമില്ല. അങ്ങനെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഷറഫുമായിട്ട് റാൻഡംലി ഡിസ്കഷനിലേക്ക് ഏർപ്പെടുകയും ചെയ്തു. ഇതിനകത്ത് ആക്ച്വലി ഈ നൈല ഉഷ ചെയ്ത ക്യാരക്ടർ ആദ്യമേ സ്ക്രിപ്റ്റിലൊരു മെയിൽ ക്യാരക്ടറായിരുന്നു. അപ്പം നമ്മളൊരു പ്രതാപോത്തനൊക്കെ പോലെ ഒരാളായിരുന്നു ആദ്യമേ തിരക്കഥയിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള ഡിസ്കഷനിലാണ് നമുക്കിതൊരു ഫീമെയിൽ ആക്കി കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് ഹാഫിൽ ഒരു കാറിനകത്തുള്ളൊരു ട്രാവലാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കോൺവെർസേഷനും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടർ ആയാൽ രസമായിരിക്കും എന്നൊരു സജഷൻ എനിക്ക് ഷറഫായിരുന്നു എന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ സജഷനിലൂടെയാണ് നമ്മൾ ശരി എന്നാൽ അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു ഫീമെയിൽ ക്യാരക്ടറായിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ആണ് നൈല ഈ ക്യാരക്ടർ ചെയ്യാൻ എഗ്രി ചെയ്യുന്നത്. അപ്പം അങ്ങനെ സിനിമയിലേക്ക് 2 ക്യാരക്ടേഴ്സ് നമ്മൾ കാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ കമ്മിറ്റഡ് ആയി. ഇതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസർ ഇന്നാവുന്നത്. അതും നൈലയുടെ റെഫറൻസിൽ തന്നെയാണ് ഒരു പ്രൊഡക്ഷൻ ഓൺ ആവുന്നത്. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഈ പ്രൊഡ്യൂസറിൻ്റെ ആദ്യത്തെ സിനിമയാണ് ആ സിനിമ. അങ്ങനെ ഈ ലോക്ക്ഡൗൺ ഒന്ന് കഴിയുന്ന ഒരു സമയത്തേക്ക് നമ്മൾ പയ്യെ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ തുടങ്ങി. അപ്പം ഈ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ എന്ന് പറയുന്നത് ഈ പ്രിയദർശൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അയാളുടെ വീട്ടിൽ നിന്ന് എന്ന് പറയുന്ന ഒരു നടൻ അയാളുടെ കഥ കേൾക്കാം എന്ന് പറഞ്ഞ് ആ കഥ പ്രസന്റ് ചെയ്യാൻ അയാളുടെ ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു ട്രാവലാണ്. പക്ഷെ ഈ പോകുന്ന ട്രാവലിനിടയ്ക്ക് ഇയാൾ കുറേ സ്ഥലങ്ങളിൽ കയറി ഇയാൾക്ക് എത്തേണ്ട സ്ഥലത്ത് ഇയാൾ കറക്റ്റ് സമയത്ത് എത്തുമോ എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു ബേസിക് 1 ലൈൻ. അപ്പോൾ ഈ ട്രാവൽ എന്ന് പറയുന്നത് എറണാകുളത്തിൽ ഇയാൾ താമസിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഇയാൾക്ക് എയർപോർട്ടിൽ പോകണം, അവിടുന്ന് ഇയാൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാങ്കിൽ പോകണം, അതിനുശേഷം എറണാകുളത്ത് നടക്കുന്ന ഒരു സ്ഥലത്തെ ലൊക്കേഷനിലേക്ക് പോകണം. ഇങ്ങനെ ഈ ഒരു ജേർണിയാണ്. അപ്പം നമ്മൾക്ക് ഒരു ഏകദേശം നമ്മൾ ശ്രമിച്ചിരുന്ന ഒരു കാര്യം, എറണാകുളത്തിൻ്റെ ജോഗ്രഫി അറിയുന്ന ആളുകൾക്ക് ഇത് ലോജിക്കലി ഈ ടൈമിങ് കറക്റ്റ് ആവണം എന്നൊരു തോന്നൽ, ഒരിക്കലും ലോജിക്കലി അവർക്ക് ഇത് ഇവിടുന്ന് ഇത്രയും ദൂരം ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നലിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാനും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ആദ്യം നമ്മൾ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി. ഇത് ഈ സ്ഥലത്തുനിന്ന് ഈ അടുത്ത ലൊക്കേഷനിലേക്ക് ഇത്ര ദൂരം, ഇവിടുന്ന് അത്ര ദൂരം, അവിടെ നിന്ന് അയാൾക്ക് ഈ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഇത്ര ദൂരം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡെസ്റ്റിനേഷൻ്റെ ഒരു റൂട്ട് മാപ്പ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി. പക്ഷെ ഇത് പ്രാക്ടിക്കലി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മൾ വിചാരിച്ച ലൊക്കേഷനുകളിലെല്ലാം ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് നമുക്ക് കിട്ടണം എന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഈ റൂട്ട് മാപ്പ് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു ലൊക്കേഷൻ ഹണ്ടായിരുന്നു നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലൊക്കേഷനിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്രിയൻ്റെ ഫ്ലാറ്റായിരുന്നു. കാരണം ആ ഫ്ലാറ്റിന്
ഒരു സാധാരണ ഒരു ഫ്ലാറ്റ് ആയാലും പാടില്ല. കാരണം അതിനൊരു പ്രത്യേകത വേണം. ആ ഫ്ലാറ്റിന്റെ തൊട്ട് ബാക്കിലൂടെ ഒരു വേസ്റ്റിന്റെ ഒരു ഡ്രെയിനേജ് ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ വേസ്റ്റും എല്ലാം ഡിസ്പോസ് ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ അത് തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്കൊക്കെ അത് പ്രശ്നമാണ്. അതിന്റെ പേരിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. ഇത് കഥയിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സീക്വൻസ് ആണ്. ഇയാളുടെ അന്നത്തെ ജേർണിയിൽ ഈ തടസ്സപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് ഈ വേസ്റ്റിന്റെ പുറത്തുള്ളൊരു ഒരു വാക്ക് തർക്കവും അതിന്റെ കോംപ്രമൈസ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് അയാൾ ഒരു പ്രത്യേക കുറച്ച് നേരം അവിടെ സ്റ്റക്കായി പോകണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റും ഈ ഫ്ലാറ്റിന്റെ ഒപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രെയിനേജ് പോലെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇടുന്ന ഒരു സ്ഥലം പോലെയുള്ള ഒരു സ്ഥലം കിട്ടുകയും വേണം. അപ്പൊ അത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ചൊരു പാടുള്ളൊരു നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എല്ലാ ഫ്ലാറ്റിലും ഈ ഒരു കഥയ്ക്ക് അനിവാര്യമായിട്ടൊരു ജോഗ്രഫിയുള്ള ഒരു ഫ്ലാറ്റ് കിട്ടുക കുറച്ച് പാടായിരുന്നു. ഞങ്ങൾ കുറേ ഫ്ലാറ്റുകൾ പോയി കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലാതെ യാദൃച്ഛികമായി എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു ഫ്ലാറ്റ്, അവർ വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു ഫ്ലാറ്റിൽ ഞാൻ യാദൃച്ഛികമായി വിസിറ്റ് ചെയ്തപ്പം അന്ന് എൻ്റെ മനസ്സിൽ ആ ഫ്ലാറ്റിൻ്റെ ബാക്കിലൊരു ഡ്രെയിനേജ് പോകുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ അങ്കിളിനെ വിളിച്ചിട്ട് ആ ഫ്ലാറ്റ് ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അങ്കിള് അവരുടെ അസോസിയേഷനിലൊക്കെ വിളിച്ച് അവർ ഓക്കെ വന്ന് കണ്ടോളാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ് അത്. കറക്റ്റ് എന്തൊക്കെയാണോ ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന അതിന് വേണ്ട എല്ലാ ഘടകങ്ങളും ആ ഫ്ലാറ്റിൽ ഉണ്ട്. അങ്ങനെ ആ ഫ്ലാറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അത് എറണാകുളത്ത് തന്നെ പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ഫ്ലാറ്റാണ്. അപ്പോൾ ആ ഫ്ലാറ്റ് നമുക്കെല്ലാം കൊണ്ടും എറണാകുളമാണ്, വന്നും പോകാൻ എളുപ്പമാണ്. എല്ലാം കൂടെ ഇപ്പോൾ ഫ്ലാറ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ പകുതി ആശ്വാസമായി. ലൊക്കേഷൻ വൈസ് നമുക്ക് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുത്തെ അസോസിയേഷൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ അവർ പൈസ ഒന്നും കുഴപ്പമില്ല, നമുക്കിത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു 6 ദിവസത്തെ ഷൂട്ട് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കോവിഡിന്റെ ഫസ്റ്റ് ആദ്യത്തെ ഇത് നമ്മൾ പല ഷെഡ്യൂളായിട്ടാണ് പ്ലാൻ ചെയ്തത്. കാരണം ഇത് സിനിമയുടെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഷറഫിന് വേറൊരു സിനിമയിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അവിടെ ചെയ്തതിൻ്റെ ബാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ 10 ദിവസത്തേക്കൊരു ഷൂട്ടിംഗ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തു. അങ്ങനെ ആദ്യത്തെ കുറച്ച് സീക്വൻസ് എടുത്തതിന് ശേഷം ഈ ഫ്ലാറ്റിൽ ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്തു. അതിനുശേഷം അടുത്ത ഷെഡ്യൂളിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഫ്ലാറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു. ഈ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്ത് ഷറഫ് അടുത്ത പോയി രണ്ടാമത്തെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്ന് വീണ്ടും ഇത് അടച്ചിടുന്നത്. അങ്ങനെ വീണ്ടും ഒരു 2-3 മാസം ഗ്യാപ്പായി നമ്മൾ ആദ്യത്തെ ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ ഒരു സീക്വൻസ് ഓൾറെഡി ചിത്രീകരിച്ച് കഴിയുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ ദിവസത്തെ ചിത്രീകരണം കഴിഞ്ഞപ്പോൾ മുതൽ ആ ഫ്ലാറ്റിൽ അവിടുത്തെ ആളുകൾക്ക് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അവർക്കൊരു ബാധ്യതയായി തോന്നി. കാരണം അവർ വിചാരിച്ചത് കുറച്ച് ആൾക്കാർ വന്ന് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് പോകും എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. പക്ഷേ ഒരു ഫിലിം ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും വണ്ടികളും ഇത്രയും ആൾക്കാരും ബഹളവും എല്ലാം വന്നു കഴിഞ്ഞപ്പം അവർക്ക് ആദ്യത്തെ ദിവസം തന്നെ അവർ വിചാരിച്ച പോലത്തെ ഒരു സംഭവമല്ല ഷൂട്ടിംഗ് എന്നുള്ളത് മനസ്സിലായതിനു ശേഷം അവർ പിന്നീട് അവിടുത്തെ അസോസിയേഷൻ തീരുമാനമെടുത്തു ഇനിയിപ്പം ഈ ഫ്ലാറ്റ് ഷൂട്ടിങ്ങിന് കൊടുക്കണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുടെ കോമ്പിനേഷൻ സീക്വൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ വേണം ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ അത് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇനി ആ ഫ്ലാറ്റ് അവർ തരാൻ തയ്യാറാവില്ല. അപ്പം നമ്മൾ അവരുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു തരത്തിൽ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നു, ഞങ്ങൾക്കത് പറ്റില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ഈ എടുത്ത ഭാഗങ്ങൾ വീണ്ടും റീഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ശരി ഇനി എടുത്ത ഭാഗങ്ങൾ എന്തായാലും റീഷൂട്ട് ചെയ്യാൻ വേറെ സ്ഥലം നോക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ വേറെ ഫ്ലാറ്റുകളൊക്കെ കാണാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും കോസ്റ്റ് ഒപ്പം കൂടാൻ തുടങ്ങും. കാരണം നമ്മൾ ഈ എടുത്ത സീൻ അത്രയും റീഷൂട്ട് ചെയ്യണമെങ്കിൽ അത്രയും ആർട്ടിസ്റ്റുകളെ വീണ്ടും നമ്മൾ കൊണ്ടുവരണം. അതൊക്കെ ആലോചിച്ചപ്പം വീണ്ടും ഈ പാരലലി ഇവരുടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം വേറെ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഫ്ലാറ്റിന്റെ എക്സ്റ്റീരിയർ മാത്രം അവർ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ തന്നു. ഇനി ഇന്റീരിയറിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല, എക്സ്റ്റീരിയറിൽ മാത്രം. അപ്പം നമ്മൾ വീണ്ടും എക്സ്റ്റീരിയറിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിന് മാച്ച് ആവുന്ന ഒരു ഇന്റീരിയർ നമ്മൾ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് ഷൂട്ട് ചെയ്യാം എന്നുള്ള തീരുമാനമായി. അങ്ങനെ നമ്മൾ ചാർട്ടിങ് ചെയ്ത കാര്യങ്ങളെല്ലാം പൊളിച്ചു. കാരണം ആദ്യത്തെ ചാർട്ട് പ്രകാരം ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയറിലെ അവരുടെ ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പക്ഷേ ഈ ഫ്ലാറ്റിന്റെ ആ കളർ പാലറ്റും ആ സ്ട്രക്ചറും എല്ലാം കൂടെ മാച്ച് ആവുന്ന ഒരു ഇന്റീരിയറിലും കൂടെ വേണം. ആ ഇന്റീരിയറിന്റെ കോറിഡോറും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പല ഇന്റീരിയറുകൾ പോയി കണ്ടു. പക്ഷെ ഒന്നും ഇതങ്ങ് മാച്ച് ആവുന്ന രീതിയിൽ കിട്ടുന്നുമില്ല.
അങ്ങനെ പക്ഷെ കുറെ അങ്ങനെ ലൊക്കേഷനുകൾ കണ്ടുപിടിച്ച ഒരു ഘട്ടത്തിലാണ് ഈ ഫ്ലാറ്റിനോട് ചേർന്നിട്ട് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്ങിൽ ഒരു 3 സ്റ്റോറേഡ് അപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ അവിടുത്തെ ഒരു മേളത്തെ ഫ്ലോർ ഇന്റീരിയറിന് ഷൂട്ടിങ്ങിന് കിട്ടും എന്നറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കണ്ടപ്പം വ്യൂ അനുസരിച്ച് അതിന്റെ ജോഗ്രഫി ഒക്കെ ഏകദേശം മാച്ച് ആവുന്നുണ്ട്. പക്ഷെ ഇന്റീരിയറിൽ കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുമായിട്ട് ഏകദേശം മാച്ച് ആകുന്ന രീതിയിൽ നമ്മളത് ഏകദേശം അതങ്ങനെ ചെയ്തു. അങ്ങനെ ഈ ഇന്റീരിയറും എക്സ്റ്റീരിയറും അങ്ങനെ ഒരു തരത്തിൽ മാച്ചായി എന്നുള്ള രീതിയിൽ നമ്മളത് ഷൂട്ട് ചെയ്തു. ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ ഷർഫിന്റെ പ്രിയൻ എന്ന് പറയുന്ന ക്യാരക്ടറും നൈല ആവശ്യ പ്രിസ്കില്ല എന്ന് പറയുന്ന ക്യാരക്ടറും യാദൃച്ഛികമായി ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് ഇവരൊരു കാറിലുള്ള ട്രാവലാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാറ് നമുക്ക് 2 രീതിയിൽ ഷൂട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് ഒരു സ്റ്റുഡിയോയുടെ ഇന്റീരിയറിൽ ഷൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളൊരു റിഗ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ലൈവായിട്ട് റോഡിൽ ഷൂട്ട് ചെയ്യാം. അപ്പം കോവിഡിന്റെ സാഹചര്യത്തിൽ ഏറ്റവും എളുപ്പം ഈ പറയുന്ന മറ്റേ ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് ഇന്റീരിയറിൽ ഷൂട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പക്ഷേ ക്യാമറമാനായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പം ഈ ഗ്രാഫിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് ഭയങ്കര ഒരു ഏച്ച് കെട്ടൽ ഫീൽ ചെയ്യും. പിന്നെ ഇത്രയും ത്രൂ ഔട്ട് നമ്മൾ കാറിലാണല്ലോ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് CG ആയിട്ട് തോന്നുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് തോന്നാം ഓഡിയൻസിന്. അതുകൊണ്ട് റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ തന്നെ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ റിയൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും ഈ കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് കൊണ്ട് ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന ആളുകൾ മാസ്ക് ഇട്ട് പോകുന്നതൊക്കെ ചലഞ്ചിങ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഇതിന്റെ അതിന്റെ ഒരു റിയൽ ഫീൽ കിട്ടാൻ കുറച്ചും കൂടെ നല്ലത് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമത്തെ ഒരു ഷെഡ്യൂളിൽ നമ്മൾ ഈ വണ്ടി തന്നെ ഇന്റർലോക്ക് ചെയ്തിട്ട് വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നൊരു വണ്ടി നമ്മൾ ഹയർ ചെയ്തു. അത് മെയിനായിട്ടും ഈ ആക്ഷൻ സീക്വൻസിനാണ് മെയിനായിട്ടൊക്കെ ഉപയോഗിക്കുക. ഹിന്ദി തമിഴ് സിനിമയിൽ പയ്യലൊക്കെ അവർ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്യേണ്ട, പകരം വേറൊരു വണ്ടിയിലേക്ക് ലോക്ക് ചെയ്യും. എന്നിട്ട് ആ മുൻപിലുള്ള വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ക്രൂ മെമ്പേഴ്സിനൊക്കെ ഇരിക്കുകയും ചെയ്യാം, മോണിറ്ററൊക്കെ ലൈവായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം, ഇൻസ്ട്രക്ഷനൊക്കെ ഡയറക്റ്റ് കൊടുക്കുകയും ചെയ്യാം. അപ്പം അതല്ലാതെ റിഗിൽ ഷൂട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ് ഡ്രൈവ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ കാറ് നിർത്തിയിട്ടിട്ട് ഈ എടുക്കുന്ന സാധനം പിന്നീട് നമ്മൾ പോയി കണ്ട് അങ്ങനെ ജഡ്ജ്മെന്റ് ഇച്ചിരി പാടാണ്. ഇതാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് തന്നെ ജഡ്ജ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ അതിന് പക്ഷേ ആ വണ്ടിക്ക് കുറച്ച് റെന്റ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ആ വണ്ടി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ ഷെഡ്യൂൾ നമ്മൾ ആ വണ്ടി കൊണ്ടുവന്നു. പക്ഷെ ആ വണ്ടി കൊണ്ടുവന്ന ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെങ്കിൽ പോലും ഇതിന് ഒരു കംഫർട്ടായിട്ടുള്ള റോഡ് കിട്ടിയില്ലെങ്കിൽ ഇത് പാടാണ് ഷൂട്ട് ചെയ്യാൻ. കാരണം ഇത് ട്രാഫിക് ഇത് ഈ 2 വണ്ടികൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാനുണ്ട്, ഇത്ര ആളുകളും ഇതല്ല. അപ്പോൾ നമ്മൾ ഒരു റീടേക്ക് ആയിട്ട് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ അത്ര ഇത് തിരിച്ച് അപ്പുറത്തേക്ക് എത്തിച്ച് ഇത് വീണ്ടും ഇതെല്ലാം വരുമ്പോൾ ട്രാഫിക് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവാൻ തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര നമുക്ക് ടൈം കൺസ്യൂമിങ് ആവാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു ആക്സിസ് മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫ്രണ്ട് ആക്സിസിലേക്ക് ഈ ക്യാമറ വെച്ചാൽ ഈ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി ക്യാമറയിൽ വരികയും ചെയ്യും. അപ്പോൾ ഒരു ആക്സിസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ ഇതിന്റെ നമുക്ക് അത്രയും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ആക്സിസിന് മാത്രമാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ വണ്ടി വേണ്ടാന്ന് വെച്ചു. പകരം നമ്മൾ മറ്റേ റിഗ് വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാം നമ്മൾ ഈ പറയുന്ന മറ്റേ തിരക്കുള്ള ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് അയാളുടെ ഫ്ലാറ്റിൽ നിന്ന് എയർപോർട്ട് പോകുന്ന റൂട്ട് ഏതാണ് ആ റൂട്ട് പോലെ തന്നെയാണ് നമ്മൾ പോകാൻ ആ വഴികളിൽ തന്നെയാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷെ ഷൂട്ടിങ്ങിന്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് കാരണം ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ട്രാഫിക് ഉള്ള റോഡിൽ ഷൂട്ട് ചെയ്യുമ്പം നമ്മളൊരു സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിലേക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പം മുതലേ ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഒന്ന് കോവിഡിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്, പിന്നെ ട്രാഫിക് ഇത് പ്രശ്നം വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ മാക്സിമം ഈ ട്രാഫിക് ഉള്ള റൂട്ട് ഒഴിവാക്കിയിട്ട് അധികം വണ്ടികളില്ലാത്ത റൂട്ടിലേക്ക് പിന്നെ വണ്ടി കൊണ്ടുപോകാൻ നോക്കി തുടങ്ങി. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന റൂട്ട് മാപ്പ് പ്രകാരം അല്ലാതെ ഇതിന്റെ വേറെ ഇച്ചിരി കൂടെ ഷൂട്ടിങ്ങിന് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ലൊക്കേഷൻ ആ സമയത്ത് പോയി കണ്ടുപിടിക്കുന്നത്. റിഗ് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റിന്റെ ഗ്ലെയർ ഒക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വലിയ ബ്ലാക്ക് ക്ലോത്ത് ഒക്കെ വെച്ച് ഫുൾ കവർ ചെയ്തിട്ടൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 വണ്ടി വാങ്ങി, ഹോണ്ട സിറ്റിയുടെ 2 വണ്ടി വാങ്ങിച്ചിട്ട് ഒരു വണ്ടി ഫുൾ അതേപോലെ തന്നെയും രണ്ടാമത്തെ വണ്ടിയുടെ ടോപ്പ് വർക്ക്ഷോപ്പിൽ പോയി കട്ട് ചെയ്തിട്ട് അതിന്റെ മേളിൽ നമുക്ക് ലൈറ്റ് വെക്കാനും ഒക്കെ വെക്കാം. അപ്പൊ ഇന്റീരിയർ ഷൂട്ട് ചെയ്യുമ്പോൾ ക്ലോസ് ഒക്കെ വെക്കാൻ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി ടോപ്പ് മുഴുവൻ കട്ട് ചെയ്തിട്ടൊരു വണ്ടിയും എക്സ്റ്റീരിയർ അല്ലാതെ ഷൂട്ട് ചെയ്യാൻ അതിന്റെ നോർമൽ വണ്ടിയും തന്നെ നമ്മൾ അങ്ങനെ 2 വണ്ടി വാങ്ങിച്ച് ആണ് ഷൂട്ട് ചെയ്തത്. ഡ്രൈവിംഗ് നന്നായിട്ടൊരു സ്കില്ലില്ലാത്ത ഒരാളാണ് അഭിനയിക്കുന്നെങ്കിൽ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം ഈ ജഡ്ജ്മെന്റ് കിട്ടാൻ പാടാണ്. കാരണം 2 സൈഡും ബ്ലാക്ക് ക്ലോത്ത് വെച്ച് മറച്ചിട്ടാണ് ഈ വണ്ടി ഇരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ക്യാമറ, ഇപ്പുറത്ത് മറ്റേ ആർട്ടിസ്റ്റ്, അങ്ങനെ ഡയലോഗും പറയണം, ഫ്രണ്ടിലത്തെ റോഡും ജഡ്ജ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഒരു പോയിന്റിൽ ഇയാൾ സമയത്തിന് എത്തുമോ എന്ന് തോന്നിയിട്ട് ഇയാൾ സ്പീഡിൽ വണ്ടി ഓടിക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ
ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുകയും വേണം. പക്ഷേ ഷറഫിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി നന്നായി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടായിരുന്നു. അപ്പോൾ പുള്ളി ഈ എത്ര ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാഫിക്കിലൂടെ ആണെങ്കിലും പുള്ളി ഈ ക്യാമറയും ഇത്രയും റിഗും എല്ലാം വെച്ചിട്ടുള്ള വണ്ടി ഭയങ്കര കൂളായിട്ട് പുള്ളി ഓടിച്ച് അത് കൊണ്ടുപോയി. അപ്പോൾ അത് ഭയങ്കര നമുക്ക് ഈ സിനിമയ്ക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു അങ്ങനെ ഷറഫിന്റെ ആ ഒരു ഡ്രൈവിംഗ് സ്കിൽ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സിനിമയിൽ പ്രിയന്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ചാലക്കുടി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു 90s സമയങ്ങളിലുള്ളൊരു ഗ്രാമമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവിടെ മേഘം എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ അനൗൺസ്മെന്റിൽ ഇങ്ങനെ വിതറിക്കൊണ്ട് പോകുന്നു. അപ്പോൾ സ്കൂളിൽ ടൂറിന് പോകുന്ന പ്രിയദർശൻ ഈ മേഘത്തിന്റെ പോസ്റ്റർ വിതരണം ചെയ്യുന്ന പോസ്റ്റർ വാരിയെടുക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ട് സ്കൂൾ ബസ്സിന്റെ പുറകെ ചേസ് ചെയ്ത് സ്കൂൾ വണ്ടിയുടെ പുറകെ ഓടിപ്പോയി കയറുന്നതായിട്ടാണ് ആ ഫസ്റ്റ് സീൻ സിനിമയുടെ ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാമങ്ങളിലാണല്ലോ ഈ മൈക്കുമായിട്ട് അനൗൺസ് ചെയ്തിട്ട് വണ്ടികൾ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് എറണാകുളത്ത് നിന്ന് ഒത്തിരി മാറി നിന്നുള്ള ലൊക്കേഷനും പറ്റത്തില്ല. കാരണം മൊത്തം ആളുകൾക്കൊക്കെ വീണ്ടും നമ്മളല്ലേ അവിടെ പോയിട്ട് ഇത്രയും ആൾക്കാർക്ക് പുതിയ അക്കോമഡേഷനൊക്കെ കൊടുത്ത് അങ്ങനെ അത് വീണ്ടും സിനിമയുടെ കോസ്റ്റ് കൂട്ടുന്നത് കൊണ്ട് തന്നെ എറണാകുളത്ത് നിന്ന് വന്നും പോകാനും പറ്റണം, പക്ഷെ ഗ്രാമമായിട്ട് തോന്നുകയും വേണം. അങ്ങനെ നമ്മൾ അങ്ങനെ കുറച്ച് ഉള്ളിലേക്കൊക്കെ കുറേ ലൊക്കേഷൻ ട്രക്കിങ്ങിന് വേണ്ടി കുറേയൊക്കെ പോയി. പക്ഷെ അപ്പോഴൊന്നും നമുക്കങ്ങനെ കാര്യമായിട്ട് ഒരു മനസ്സിനിണങ്ങിയ അങ്ങനത്തെ ഒരു സ്ഥലമൊന്നും അധികം കിട്ടിയില്ല. പിന്നീട് നമ്മൾ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു, രണ്ടാമത്തെ ഷെഡ്യൂൾ, ആദ്യത്തെ ലാസ്റ്റ് ഷെഡ്യൂളായിട്ട് മൂന്ന് ഷെഡ്യൂളായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത് ഈ കോവിഡിന്റെ ഇത് കാരണം. അങ്ങനെ മൂന്നാമത്തെ ഷെഡ്യൂളിലാണ് നമ്മൾ ഈ ആലുവന്റെ അവിടുന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ഗ്രാമം എന്ന് പറയുന്ന തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലവും ഒക്കെ. അങ്ങനെ നമ്മൾ അവിടെയാണ് ഈ കുട്ടിക്കാലം ഷൂട്ട് ചെയ്യുന്നത്, അയാൾ പഴയ ഒരു ലൈബ്രറിയും ഒക്കെ വെച്ചിട്ട്. അങ്ങനെ ഈ പ്രിയന്റെ ചെറുപ്പകാലത്തെ വീട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊരു വരാപ്പുഴയിലൊരു വീടാണ്. അപ്പോൾ ഈ വീട് തന്നെയാണ് പ്രിയൻ വലുതായി കഴിയുമ്പോൾ ആ വീട് തന്നെയാണ്. പക്ഷെ ആ വീട്ടിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ പെയിന്റിലും അതിന്റെ ആർക്കിടെക്റ്റിലും ചെറിയ മാറ്റം വന്ന് അത് ചെറിയ രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന തോന്നിപ്പിക്കണം. പക്ഷെ ഒരേ വീട് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരാപ്പുഴയിലൊരു വീട് ആണ് നമ്മൾ, അതും സ്ഥിരം സിനിമയിലെ ഷൂട്ടിങ്ങിന് പല സിനിമകളിലും ഉപയോഗിച്ചിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ആ വീടിന്റെ ബാക്ക് വശം ആണ് നമ്മൾ പ്രിയന്റെ വീടിന്റെ മുൻവശമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നീട് പെയിന്റ് അടിച്ചിട്ടാണ് 15 വർഷം ശേഷം പുതിയ ഇപ്പോഴത്തെ പ്രിയന്റെ വീട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത്. ആ വീടിന്റെ മുൻവശം പ്രിയന്റെ അമ്മാവന്റെ വീടായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു വീട് തന്നെ നമ്മൾ മുൻവശവും പിൻവശവും 2 വീടായിട്ട് തന്നെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. ഈ സിനിമ ആദ്യത്തെ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ നൈലയുടെ ക്യാരക്ടർ ഈ ഷറഫിന്റെ ക്യാരക്ടറിനെ പരിചയപ്പെടുന്നതും ആ ഷറഫ് ഇതിന്റെ പ്രിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കാറിൽ കയറുന്നു. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ വേണം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ ഹാൻഡിൽ നമുക്ക് വേണ്ട ഒരു റിക്വയർമെന്റ്, പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ളത്. അപ്പോൾ ഇതൊരു സിനിമയിൽ സ്ഥിരം കാണുന്ന പോലത്തെ ഒരു പോലീസ് സ്റ്റേഷന്റെ ഇതായ ഒരു ആംബിയൻസിനേക്കാൾ അപ്പുറം ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടൊരു സിനിമയാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥിരം പോലീസ് സ്റ്റേഷൻ വേണ്ട. എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന ഒരേ ലൊക്കേഷനിലുള്ള സാധാരണ ഒരു ജെൻസ് ഹോസ്റ്റലുണ്ട് മറ്റേ നമ്മൾ കാക്കനാട് അടുത്ത്, അവിടെയാണ് സാധാരണ എല്ലാവരും പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇടാറൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു സ്ഥിരം സ്വഭാവം വേണ്ട. പുതിയ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ പറ്റിയ ബിൽഡിംഗ് വല്ലതും നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ ബിൽഡിംഗ് ഒക്കെ നോക്കി. പക്ഷെ ഈ കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് പലതും നമുക്ക് പെർമിഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ ഒരു ബിൽഡിംഗ് കാണും. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ബിൽഡിംഗ് കാണുമ്പോഴൊക്കെ ഇതൊരു പോലീസ് സ്റ്റേഷൻ, അങ്ങനത്തെ ഒരു ബോർഡൊക്കെ ഉള്ളൊരു പോലീസ് സ്റ്റേഷനാണ്, അത് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷെ അത് ഏത് ബിൽഡിംഗ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൂരെ നിന്ന് ബാൽക്കണി നോക്കുമ്പം ഇത് കാണാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്താണ് എൻ്റെ റൈറ്റർ അബേട്ടൻ ഇങ്ങനെ അതുവഴി ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു ബിൽഡിംഗ് കണ്ടു, നിങ്ങൾ പോയി നോക്കുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ ആ ബിൽഡിംഗ് പോയി നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നോക്കി അതേ ബിൽഡിംഗ് തന്നെയാണ്. അതൊരു കോൺവെന്റിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ഓർഫനേജ് പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു അച്ഛനോട് പോയി ചോദിച്ചു, അങ്ങനെ അവരത് സമ്മതിച്ചു. അങ്ങനെ നമ്മൾ ആ ഓർഫനേജ് എന്ന് പറഞ്ഞ് ആ ഒരു ബോർഡൊക്കെ മാറ്റിയിട്ടാണ് അവിടെ പോലീസ് സ്റ്റേഷനായിട്ട് സെറ്റ് ചെയ്യുന്നത്. അത് കാക്കനാട് ആ ഭാരത് മാതാ കോളേജിൻ്റെ ഒക്കെ അവിടെ ഞാൻ താമസിച്ചൊരു ഫ്ലാറ്റ് ഉണ്ട്, അബാദ് ഗ്രീൻ ടെറസ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തിട്ടുള്ളൊരു കോൺവെന്റാണ്. അപ്പം ആക്ച്വലി എനിക്ക് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ ബാൽക്കണി നോക്കുമ്പോൾ ഏതോ ദൂരെയുള്ള ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. പക്ഷെ പിന്നീടാണ് ഈ ബിൽഡിംഗ് ആയിരുന്നല്ലോ എന്ന് തോന്നുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ഞാൻ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കിയ ആ ബിൽഡിംഗ് തന്നെ
ഞാൻ പോലീസ് സ്റ്റേഷനായിട്ട് തന്നെ നമ്മൾ പിന്നീട് ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത്. പിന്നെ നമുക്ക് വേണ്ട ഒരു ലൊക്കേഷൻ ഒരു എയർപോർട്ടിന്റെ ക്യാൻറ്റീനാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി എയർപോർട്ടിന്റെ ക്യാൻറ്റീനിൽ തന്നെ ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ എയർപോർട്ടിലൊക്കെ നമുക്ക് ഈ ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നതിന് 50,000 രൂപ അത്രയാണ്ടാണ് എൻ്റെ വാടക. അപ്പം അവർ ക്യാമറ ഉള്ളിൽ കയറ്റുന്ന മൂലം അവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യും. കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത 50,000 രൂപയുടെ ഇത് തീരും, അടുത്ത 1 മണിക്കൂറിന് അടുത്ത പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തീർത്തില്ലെങ്കിൽ അത്രയും പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നമുക്ക് എയർപോർട്ടിൽ നൈലയുടെ ക്യാരക്ടറിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണം, അതിനുശേഷം ഇയാൾ കാർ പാർക്ക് ചെയ്തിട്ട് ഓടി ക്യാൻറ്റീനിലേക്ക് പോകണം, അങ്ങനെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യണം. പിന്നെ ഈ എയർപോർട്ടിനോടൊപ്പം തന്നെ ഉള്ള ആ ക്യാൻറ്റീനിൽ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ എയർപോർട്ടിന്റെ ഒരു വിസിബിലിറ്റിയും കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ക്യാൻറ്റീനിലും ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ലൊക്കേഷനിൽ ചെന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത സമയം കഴിഞ്ഞു. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ ഒരു വേറൊരു ഹോട്ടലിലെ ഒരു ഇന്റീരിയർ, നമ്മൾ 4 പോയിന്റ് ശരാട്ടൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലെ ഒരു കോഫി ഷോപ്പാണ് നമ്മൾ പിന്നെ ഈ എയർപോർട്ട് ക്യാൻറ്റീനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ CG-യിൽ നമ്മൾ പിന്നെ കുറച്ച് ഒക്കെ എയർപോർട്ടിന്റെ ഒരു ആംബിയൻസ് പോലെയൊക്കെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് റെഫറൻസ് കൊടുക്കുകയും ചെയ്തു. ഈ 4 പോയിന്റ് ശരാട്ടൻ്റെ തന്നെ മേലത്തെ ഒരു ബാർ ലോഞ്ച് ഉണ്ട്, എക്സിക്യൂട്ടീവ് ലോഞ്ചിലാണ് നമ്മൾ മമ്മൂക്കയുടെ ലാസ്റ്റ് സീക്വൻസ് പത്രം വായിക്കുന്ന ഒരു എയർപോർട്ട് ലോഞ്ചായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത് അവിടെയും നമ്മൾ ഇതേപോലെ CG-യിൽ കുറച്ച് എയർപോർട്ട് ഈ കണ്ണാടിയുടെ അപ്പുറത്തൂടെ ഒരു എയർപോർട്ടിന്റെ കുറച്ച് റെഫറൻസുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് മാച്ച് ചെയ്ത് ഷൂട്ട് ചെയ്തത്. ഈ സിനിമ അവിചാരിതമായിട്ടാണ് ഇങ്ങനൊരു സിനിമ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതും ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം എന്ന് പറയുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മൾ ആദ്യമേ ആ സമയത്തെ നമ്മുടെ കോവിഡിന്റെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിലൊരു സിനിമ എന്ന് ആണ് പ്ലാൻ. പക്ഷെ ആ സിനിമയുടെ തിരക്കഥയിൽ തന്നെ ലാസ്റ്റ് ഈ പ്രിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മമ്മൂക്ക ഒരു പത്രവായനയിലൂടെ ഇയാളുടെ ഒരു ആർട്ടിക്കിൾ വരികയും അത് വായിച്ചിട്ട് പ്രിയനെ റെക്കഗ്നൈസ് ചെയ്യുകയും അയാൾക്കൊരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതായിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. അപ്പൊ ഇത് മമ്മൂക്ക ഇയാളെ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ ഇയാളെ മനസ്സിലാക്കി എന്ന് പറയുന്ന ഒരു മൊമെന്റ് വേണം. പക്ഷെ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു സിനിമയിലേക്ക് മമ്മൂക്ക പാർട്ടാവുന്നൊന്നും നമ്മളപ്പം വിചാരിക്കുന്നതില്ല. അപ്പൊ നമ്മൾ അപ്പോഴത്തെ ഒരു തോന്നൽ ഒരു സൗണ്ടിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമേജസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ വഴിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും സൗണ്ടിങ്ങിലൂടെ നമുക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഫീല് കൊടുക്കാം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ ലെവൽ തോട്ട്. പിന്നെ നൈല ഇതിലേക്ക് കമ്മിറ്റ് ചെയ്ത് കഥയെല്ലാം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നൈലയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് നമുക്കിത് മമ്മൂക്കയുടെ അടുത്ത് തന്നെ പ്രസന്റ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട് നൈലയാണ് മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ അവതരിപ്പിക്കുന്നത്. അപ്പം ഫസ്റ്റ് മമ്മൂക്ക പറഞ്ഞു ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇതിൽ മമ്മൂക്ക വെറുതെ വരുന്നതല്ല, ഈ സിനിമയ്ക്ക് ഒരു അനിവാര്യതയാണ് മമ്മൂക്കയുടെ പ്രസൻസ് എന്നുള്ളത് പറഞ്ഞ് കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് മമ്മൂക്ക ഇത് സമ്മതിക്കുന്നത്. അതോടുകൂടിയാണ് ഈ സിനിമ ഒരു എല്ലാ തരത്തിലും ഒരു പൂർണ്ണതയിലേക്ക് വരുന്നത്. മമ്മൂക്കയും കൂടെ വന്നപ്പോഴാണ് ആ സിനിമയോട് നമ്മൾ ആ തിരക്കഥയോടൊരു ജസ്റ്റിസ് വരുന്നത് മമ്മൂക്കയും കൂടെ പ്രസൻസ് വന്നതോടുകൂടിയാണ്. നൈലയുടെ ക്യാരക്ടറിന്റെ ഒരു വീടാണ് പിന്നെ നമുക്ക് വേണ്ടത്. ഒപ്പം നൈലയുടെ ക്യാരക്ടറിന് ഒരു ഫ്ലാഷ് ബാക്ക് കാറിൽ നിന്നിട്ട് അവർ ഓർത്തെടുക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അവരുടെ അമ്മ ഒരു ആന്റിക് ഷോപ്പ് നടത്തുന്ന ഒരു ബിസിനസ് വുമൺ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആന്റിക് ഷോപ്പ് പോലെ ഒരു സാധനം ഒരു ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊരു ഫ്ലാഷ് കട്ടിൽ കുറെ ഒരു ഫ്ലാഷ് കട്ട് മൊണ്ടാഷ് പോലത്തെ കുറെ സീക്വൻസുകളിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈ എറണാകുളത്ത് തന്നെ മറ്റേ മെഡിക്കൽ ട്രസ്റ്റിനടുത്ത് രവിപുരത്ത് ഒരു ആന്റിക് ഷോപ്പ് ഉണ്ട്. നമ്മൾ ഈ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് അത് വിസിബിൾ അല്ല, അത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയൊരു ആന്റിക് ഷോപ്പാണ്. അത് വേറെയും 2-3 സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്ത് തന്നെ കുറേ പഴയ ആന്റിക് പീസുകളും കുറേ ഫർണിച്ചറുകളും ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാർ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും അതുവഴി പലപ്പോഴായിട്ട് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു കട അവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ണിൽ പെട്ടിട്ടില്ല. പക്ഷെ അത് ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് ഷൂട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണല്ലോ എന്ന് പറയുന്നതും നമ്മുടെ കഥയ്ക്ക് ആവശ്യമുള്ള ഒരു ലൊക്കേഷനായിട്ടും അത് ഫിക്സ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് പ്രസന്റില് നൈലയുടെ ഒരു വീടുണ്ട്. ആ വീടിന്റെ എക്സ്റ്റീരിയർ മാത്രം മതി, അല്ല എക്സ്റ്റീരിയർ ഉണ്ട് ഇന്റീരിയർ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ നൈലേന്റെ പ്രിയൻ വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ട് അന്ന് നൈറ്റ് നൈല ഇവരുടെ റൂമിൽ ഇരുന്നിട്ട് ഇയാൾ അന്നത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് ആർട്ടിക്കിൾ തയ്യാറാക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്.
അപ്പം നമ്മൾ അതും യാദൃശികമായിട്ട് ചുമ്മാ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു വീട് കണ്ടു, ഈ വീട് കൊള്ളാലോ എന്ന് തോന്നിയിട്ട് നേരെ കയറി ചോദിക്കുകയായിരുന്നു ചെയ്തത്. അതൊരു ഡോക്ടറിൻ്റെ ഒരു വീട്, അത് നമ്മളെ കാക്കനാട് അത്താണി ജംഗ്ഷൻ്റെ അടുത്തുള്ളൊരു വീടാണ്. അപ്പം പുള്ളി ആദ്യത്തെ ചോദിച്ചപ്പോൾ തന്നെ പുള്ളി അത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, ആദ്യം വേറെ കേടുപാടുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ തരുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഇന്റീരിയർ എക്സ്റ്റീരിയറും കൂടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ അന്നത്തെ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സീക്വൻസും ഇതൊക്കെ ആയിട്ടുള്ള ചാർട്ടിങ്ങിൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയപ്പോൾ നമുക്ക് ഇന്റീരിയർ മാത്രമേ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് എക്സ്റ്റീരിയർ നമ്മൾ പിന്നെ ഒന്നും കൂടെ ആളുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് പുള്ളി ആ എക്സ്റ്റീരിയർ മാത്രം ഷൂട്ട് ചെയ്യാൻ വേറെ ദിവസം പെർമിഷൻ തന്നിട്ട് അത് ഷൂട്ട് ചെയ്ത ഒരു സീക്വൻസ് ആയിരുന്നു അത്. പിന്നെ നമുക്ക് ക്ലൈമാക്സിൽ പ്രിയൻ മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാൻ ചെല്ലുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പോൾ അതൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമായിരിക്കണം അത്. അപ്പോൾ ആ ലൊക്കേഷൻ നമുക്ക് റിയൽ ആയിട്ടുള്ള സിനിമ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ ഓൾറെഡി വേറൊരു സിനിമ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഇതുമായിട്ട് നമുക്ക് നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഒരു സിനിമ ലൊക്കേഷനായിട്ട് തോന്നിപ്പിക്കാൻ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ കളമശ്ശേരിക്കടുത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെയാണ് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അത് അവിടെ ഓൾറെഡി മലയൻ കുഞ്ഞിൻ്റെ വലിയൊരു സെറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ എത്രയോ നാളത്തേക്ക് വേണ്ടി അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്റീരിയറിൽ നമുക്ക് പറ്റത്തില്ല, എക്സ്റ്റീരിയർ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം ഇന്റീരിയറിൽ ഓൾറെഡി അവർ ഒരു വലിയ സെറ്റ് മറ്റേ മണ്ണടിഞ്ഞ് വീഴുന്നതും ഭൂമിക്കടിയിലുള്ള അതൊക്കെ ആയിട്ടുള്ള വലിയ സെറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എക്സ്റ്റീരിയറിൽ മാത്രം ഉള്ളിലൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് നമ്മൾ സൗണ്ടിലൂടെ മാത്രം അകത്തെന്തോ ഒരു സോങ് സീക്വൻസ് നടക്കുവാണ്. പുറത്ത് ഷൂട്ടിങ്ങിൻ്റെ ആംബിയൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ പുറത്ത് ആ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പ്രിയനോട്ടത്തിലാണെന്ന് പറഞ്ഞ എൻ്റെ സിനിമയുടെ ലൊക്കേഷൻ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ആ സിനിമ നിങ്ങൾ ഒന്നുകൂടെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് ആ സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ ആസ്വാദികരമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.